നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാമൂഹിക പ്രവർത്തനമാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. രാഷ്ട്രീയ പ്രവർത്തനം പല സാഹചര്യങ്ങളിലും ഒരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അത് സ്വഭാവത്തിലും ലക്ഷ്യത്തിലും ആശ്രയിച്ചിരിക്കും. കാരണം സാമൂഹിക പ്രവർത്തനം എന്നത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവ പരിഹരിക്കാനും ആളുകളുടെ ക്ഷേമം വർദ്ധിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തകർ പൊതുജനങ്ങളുടെ ആവശ്യം രാഷ്ട്രീയ സംവിധാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിയമങ്ങൾ, നയങ്ങൾ, വികസന പദ്ധതികൾ എന്നിവ രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. രാഷ്ട്രീയ പ്രവർത്തകൻ ജനസേവന മനോഭാവത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് സാമൂഹിക പ്രവർത്തനമായി പൂർണ്ണമായും ചേർന്നു പോകും. സാമൂഹ്യ പ്രവർത്തകർക്ക് അധികാരമില്ലെങ്കിലും അവർ നേരിട്ട് ജനങ്ങളുമായി ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തകർക്ക് അധികാരവും അധികാരത്തെ ആശ്രയിച്ചുള്ള ഉപാധികളുമുണ്ട്. പക്ഷേ ചിലപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ജനസേവനത്തിൽ നിന്നും മാറിപ്പോകാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാഷ്ട്രീയം സാമൂഹിക പ്രവർത്തനമായി മാറും. എന്നാൽ അത് വ്യക്തിയുടെ മനോഭാവവും പ്രവർത്തന രീതിയും ആശ്രയിച്ചിരിക്കും. ഒരു സാമൂഹിക പ്രവർത്തകൻ രാഷ്ട്രീയത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെ? സാമൂഹിക പ്രവർത്തനത്തിനായി ചെയ്യുന്ന സേവനം പരിധിയുള്ളത് മാത്രമാണ്. രാഷ്ട്രീയത്തിലേക്ക് ചെന്നാൽ നിയമങ്ങളും പദ്ധതികളും വഴി വലിയ തോതിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ഒരാൾക്ക് കഴിയും. ഒരു സാമൂഹിക പ്രവർത്തകൻ ഗ്രാമത്തിൽ 100 പേരെ സഹായിക്കുമ്പോൾ രാഷ്ട്രീയത്തിലൂടെ സർക്കാർ പദ്ധതികളും നടപ്പിലാക്കി ആയിരങ്ങൾക്ക് സഹായം ചെയ്യാൻ സാധിക്കും. പദ്ധതികൾ വിപുലമായി നടപ്പാക്കാൻ കഴിയും. മുൻകാല സാമൂഹിക സേവനം ജനങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയത്തിലെത്തുമ്പോൾ അവർക്ക് ജനപിന്തുണ കൂടുതൽ ലഭിക്കും. സമൂഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ നിയമസഭ, ലോകസഭ തുടങ്ങിയവയിൽ തുറന്നു പറയുവാനുള്ള അവസരവും അവർക്ക് ലഭിക്കുന്നു. ഇതൊക്കെ നമുക്ക് ഗുണങ്ങളായിട്ട് പറയാം. എന്നാൽ ചില ദോഷങ്ങൾ കൂടിയുണ്ട്. സാമൂഹിക പ്രവർത്തനത്തിനായി പ്രവർത്തിക്കുമ്പോൾ സ്വതന്ത്രമാണ്. എന്നാൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ പാർട്ടിയുടെ തീരുമാനങ്ങൾ പാലിക്കണം. തൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ പറയാൻ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരാം. അധികാരം നിലനിർത്താൻ സേവന മനോഭാവം പിന്നോട്ടു പോകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ വോട്ടിനായി സേവനം ചെയ്യുന്നത് പോലെയുള്ള അവസ്ഥയുണ്ടാകും. അധികാര രാഷ്ട്രീയത്തിൻ്റെ ബാധ അതിൽ കയറിക്കൂടും. സമൂഹത്തിൽ സേവനം ചെയ്താൽ എല്ലാവരും അഭിനന്ദിക്കും. പക്ഷേ രാഷ്ട്രീയത്തിലെത്തിയാൽ പ്രതിപക്ഷം വിമർശിക്കും, കുറ്റപ്പെടുത്തും. ചിലർ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ ആദ്യമുണ്ടായിരുന്ന സേവന ആത്മാവിനെ മറന്ന് അധികാര ലോഭികളായി മാറാനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ സാമൂഹിക പ്രവർത്തകൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ വലിയ സേവനത്തിനുള്ള വഴിയും അധികാരത്തിൻ്റെ അപകടവും ഒരുമിച്ചുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് സേവനത്തിൽ ഉറച്ചു നിന്നാൽ ഗുണമുണ്ടാകുന്നു. അധികാര ലോഭം മുന്നിൽ വന്നാൽ അത് ദോഷവുമാകും. രാഷ്ട്രീയ പ്രവർത്തനം സാമൂഹിക പ്രവർത്തനമാകുന്ന സാഹചര്യങ്ങളും അല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ട്. അധികാരം സ്വന്തമായി നിലനിർത്താനല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അത് സാമൂഹിക പ്രവർത്തനമായി മാറും. പ്രവർത്തനങ്ങളിൽ തുറന്ന മനസ്സും ഉത്തരവാദിത്വവും പാലിക്കുന്ന തരത്തിൽ സുതാര്യത കാണിക്കണം. പാർട്ടി രാഷ്ട്രീയത്തിന് മുകളിലായി സമൂഹത്തിൻ്റെ ഗുണം നിർത്താതെയും പ്രവർത്തിക്കുകയും ഒന്നും ചെയ്യാൻ പാടില്ല. ഉടനെ കിട്ടുന്ന രാഷ്ട്രീയ നേട്ടങ്ങളെക്കാൾ ഭാവി തലമുറയുടെ ക്ഷേമം മുൻനിർത്തുക എന്നുള്ളത് മനസ്സിൽ നിന്ന് മാറാൻ പാടില്ല. എന്നാൽ സ്വകാര്യ സ്വാർത്ഥലാഭം, അധികാരം, പണം, സ്വാധീനം നേടാൻ മാത്രം രാഷ്ട്രീയത്തിൽ ഒരാൾ പ്രവേശിക്കുന്നത് കാണുന്നു. സമൂഹത്തിൻ്റെ ക്ഷേമത്തെ അവഗണിച്ച് രാഷ്ട്രീയ കളികൾ നടത്തുന്നു. പൊതുധനം ദുരുപയോഗം ചെയ്യുന്നു. അഴിമതിയിൽ ഏർപ്പെടുന്നത്, തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ജനങ്ങളുമായി ബന്ധപ്പെടുന്നത്, നടപ്പാക്കാനാകാത്ത പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ഇവയൊക്കെ സാമൂഹിക പ്രവർത്തനം ആയി വരികയില്ല. ചുരുക്കത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ഒരു സാമൂഹിക പ്രവർത്തനമാകും. പക്ഷേ മൂല്യങ്ങളും ഉത്തരവാദിത്വവും ജനസേവന മനോഭാവവും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് വെറും അധികാര കളി മാത്രമായി മാറുന്നു. ധാരാളം ജീവിത അനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തിയെന്ന നിലയിൽ രാഷ്ട്രീയക്കാരൻ ഒരു സാമൂഹ്യ പ്രവർത്തനാകുന്നത് എപ്പോൾ എന്ന് എനിക്ക് പല സന്ദർഭങ്ങളിലും നന്നായി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് എല്ലാവർക്കും ഉപകാരപ്രദമായി തീരുന്നതിനു വേണ്ടി ഇവിടെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.